ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 83. കാമദേവ കാമപാല കാമീ കാന്ത കൃതാഗമ അനിർദ്ദേശ്യ വപുർവിഷ്ണു വീരോ അനന്തോ ധനഞ്ജയ. ഹരി ഓം. ഹരി ഓം. 651 നാമം കാമദേവ. എല്ലാവരാലും കാമ്യതേ അഥവാ പ്രാർത്ഥ്യതേ, പ്രാർത്ഥിക്കപ്പെടുന്നവൻ, അങ്ങനെ എല്ലാവരാലും കാമനായ ദേവൻ എന്നർത്ഥത്തിൽ കാമദേവ. അതായത് ലൗകികമായ ആഗ്രഹങ്ങളും സാധിക്കേണ്ടവരും ഒപ്പം തന്നെ ആത്മീയമായ ഔന്നിത്യത്തിന് വേണ്ടിയും, അതായത് മുമുക്ഷുക്കളാൽ അർത്ഥിക്കപ്പെടുന്നതും ഭഗവാനെ തന്നെയാണ്. ഭഗവാനോടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ തങ്ങളുടെ കാമനകളെ അതെന്തായാലും സാധിപ്പിച്ചു തരാൻ ഏതൊരു ദേവനെയാണോ ആശ്രയിക്കുന്നത്, അങ്ങനെയുള്ള ദേവൻ എന്നർത്ഥത്തിൽ കാമദേവ. 652 നാമം കാമപാലഹ. എല്ലാവരും അവരവരുടെ കാമനകളെ ഭഗവാനിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കത് സാധിച്ചു തരണം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള കാമനകളെ അതാത് സമയം നോക്കിക്കൊണ്ട്, അല്ലാതെ ചോദിച്ചുടനെ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അവരവരുടെ ആ പുണ്യ ഫലത്തിനനുസരിച്ച് ഭഗവാനോടുള്ള അവരുടെ ആ അടുപ്പം എത്രമാത്രം ഉണ്ട് എന്നതിനൊക്കെ ആശ്രയിച്ചായിരിക്കും അവരവർക്ക് വേണ്ടുന്ന സമയത്ത് അവരവരുടെ കാമനകളെ പാലിച്ചു കൊടുക്കുന്നവൻ, അത് അറിഞ്ഞ് ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ കാമപാലഹ. 653 നാമം കാമി. ഭഗവാൻ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. ഭഗവാൻ പൂർണ്ണകാമനാണ്, എല്ലാം സാധിച്ചവനാണ്, സമ്പൂർണനാണ്. അതുകൊണ്ട് ഭഗവാന് തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടുന്നത് എന്തും കൊടുക്കാൻ സാധിക്കും. പക്ഷെ അവിടെ ഒരു ചെറിയ നിബന്ധന മാത്രം, അവർ ചെയ്ത പുണ്യത്തിൻ്റെയും ഒപ്പം ഭജിക്കുന്നതിൻ്റെ ആത്മാർത്ഥതയും കൂടെ നോക്കിയിട്ടാണ് ഭഗവാൻ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് മാത്രം. എന്തായാലും ഭഗവാൻ പൂർണ്ണകാമനാണ്. ഇനി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് സൃഷ്ടിക്ക് വേണ്ടി മാത്രമാണ് സങ്കല്പിക്കുന്നത്. ഇവിടെ സൃഷ്ടി നടക്കണം എന്നത് ഭഗവാന്റെ സങ്കല്പമാണ്. അതൊരു ആഗ്രഹമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ അത് ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥത്തിലും കാമി. 654 നാമം കാന്തഹ. ആരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന അത്രയും സുന്ദരനായവൻ. ഇനി മറ്റൊരർത്ഥം പറയുന്നു, കഹ എന്നതിന് ബ്രഹ്മ എന്നൊരു അർത്ഥം പറയുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അന്തത്തെ, അവസാനത്തെ, ബ്രഹ്മാവിനും ഒരു അന്തമുണ്ട്. ബ്രഹ്മാവിൻ്റെ 100 വയസ്സാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. അവിടെ ആ സമയത്ത് ബ്രഹ്മാവിനെയും തന്നിലേക്ക് സംഹരിച്ച് അങ്ങനെ മഹാപ്രളയത്തെ ഉണ്ടാക്കുന്നു. അങ്ങനെ ബ്രഹ്മാവിനെയും സംഹരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ബ്രഹ്മാവിൻ്റെയും അന്തത്തെ ചെയ്യുന്നവൻ എന്നതിനാൽ കാന്തഹ. 655 നാമം കൃതാഗമ. ആഗമങ്ങളെ ചെയ്തവൻ, സൃഷ്ടിച്ചവൻ. ശ്രുതി അഥവാ വേദം, ഇനി സ്മൃതികൾ, മനുസ്മൃതി തുടങ്ങിയ സ്മൃതികൾ, ഇവയാണ് ആഗമങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ഭഗവാന്റെ ആജ്ഞാപാത്രങ്ങളാണ്. ഭഗവാന്റെ വാക്കുകളാണ് ശ്രുതികളും സ്മൃതികളുമായി തീർന്നത്. അങ്ങനെ അവയെ സൃഷ്ടിച്ചവൻ, ആഗമങ്ങളെ കൃതം ചെയ്തവൻ, അത് സൃഷ്ടിച്ചവൻ, അതാണ് കൃതാഗമ. 656 നാമം അനിർദ്ദേശ്യ വപുഹു. ഭഗവാൻ ഗുണാതീതനാകയാൽ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്കറിയാൻ സാധിക്കില്ല. ഭഗവാൻ എന്താണ് സത്വഗുണി എന്ന് പറയാൻ പറ്റില്ല, രജോ ഗുണി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഭഗവാൻ ഇന്ന പ്രകാരമാണ് എന്ന് നിർദ്ദേശിക്കാൻ സാധിക്കില്ല. അങ്ങനെ നിർണയിക്കപ്പെടാൻ കഴിയാത്ത വപുഹു, ശരീരത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ അനിർദ്ദേശ്യ വപുഹു. 657 നാമം വിഷ്ണു. ആകാശവും ഭൂമിയും ഒരുപോലെ വ്യാപിച്ച് കാന്തിയോടുകൂടെ നിലനിൽക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വിഷ്ണു. ഇത് ഭഗവാൻ തന്നെ അർജുനനോട് മഹാഭാരതത്തിൽ പറയുന്നതായിട്ടുണ്ട്. അത് വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇങ്ങനെയാണ്: അല്ലയോ അർജുന, ഞാൻ ആകാശവും ഭൂമിയും ഒരുപോലെ വ്യാപിച്ചു നിൽക്കുന്നു. എനിക്ക് എല്ലാറ്റിനും വലുതായ കാന്തിയും ഉണ്ട്. ഞാൻ ത്രൈലോക്യത്തെ അളന്നിരിക്കുന്നു. അതിനാൽ എനിക്ക് വിഷ്ണു എന്നുള്ള പേരുണ്ടായി. ഇങ്ങനെയാണ് മഹാഭാരതത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നത്. 658 നാമം വീരഹ. ഗതി അഥവാ ഗമനശക്തി, വ്യാപ്തി, വ്യാപനശക്തി, കാന്തി, പ്രകാശശക്തി, ഇവയൊക്കെ ഉള്ളവൻ എന്ന അർത്ഥത്തിൽ വീരഹ. 659 നാമം അനന്തഹ. അന്തം എന്നാൽ ഒരു മുറിവ്, ഒരു തിരിവ്, അങ്ങനെ ഇല്ലാത്തവൻ, സർവത്ര വ്യാപിച്ചു കിടക്കുന്നു. ഈശ്വരൻ എവിടെയാണ് ഇല്ലാത്തത് എന്നാണ് ചോദിക്കേണ്ടത്. വിഷ്ണു എവിടെയാ ഇല്ലാത്തത് എന്നാണ് ചോദിക്കേണ്ടത്, അല്ലാതെ എവിടെയാണ് ഉള്ളത് എന്നല്ല. കാരണം അനന്ത വ്യാപ്തിയാണ്
അനന്തവ്യാപിയാണ് ഭഗവാൻ. അതാണ് അനന്ത. 660 നാമം ധനഞ്ജയ. അർജുനനായിട്ട് വന്നതും ഭഗവാൻ തന്നെ. ഇത് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. പാണ്ഡവാനാം ധനഞ്ജയ, പാണ്ഡവന്മാരിൽ ഞാൻ ധനഞ്ജയനാണ്. ഇനി ധനഞ്ജയൻ എന്ന് അർജുനന് പേര് കിട്ടാൻ കാരണം, അർജുനൻ ദിഗ്വിജയം ചെയ്ത സമയത്ത് സർവ്വദിക്കുകളും ജയിച്ച് അവിടെയുള്ള രാജാക്കന്മാരിൽ നിന്നൊക്കെ ധനം സമ്പാദിച്ചു, അവരെ ജയിച്ചിട്ട് ധനത്തെ സമ്പാദിച്ചു എന്നതിനാലാണ് ധനഞ്ജയ. ആ ധനഞ്ജയനായ അർജുനനായിരിക്കുന്നതും ഭഗവാൻ തന്നെ. നാരായണന്മാരാണ് അർജുനനും ശ്രീകൃഷ്ണനുമായിട്ട് വന്നത്. നരനാരായണന്മാർ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഹരി ഓം.